ഐ ആം ബാക്ക്. ഞാൻ നിങ്ങളുടെ പുതുനായകൻ MK സലീം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങളുടെ പുതുനായകൻ MK സലീം. ആർക്കാണ് ഇത്ര ധൃതി? പിണറായി വിജയന്റെ കണ്ണിലെ കരടായ കെ സുധാകരനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആർക്കാണ് ഇത്ര ധൃതി കോൺഗ്രസിൽ? ഈ ഇലക്ഷൻ പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ, ഏതാണ്ട് ഒരു വർഷത്തിന് ഇലക്ഷൻ നടക്കുന്ന സ്ഥിതിയിൽ നിൽക്കുമ്പോൾ ഈ കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറൊരു പ്രഗത്ഭൻ, അദ്ദേഹത്തെക്കാൾ ഒരു പ്രഗത്ഭനെ കൊണ്ടുവന്ന് 76 സീറ്റും നേടിയെടുക്കുമെന്ന് ഉറപ്പ് കൊടുത്തത് ആർക്കാണ്? ഹൈക്കമാൻഡിന് ഉറപ്പ് കൊടുത്തത് ആരാണ്? അദ്ദേഹത്തിന് പ്രായമായി, അതല്ലെങ്കിൽ സുഖമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് നാറ്റിച്ചിറക്കി വിടുന്നതിനേക്കാൾ എത്രയോ നല്ലൊരു മഹനീയമായ ഒരു സെൻഡ് ഓഫ് അദ്ദേഹത്തിന് കൊടുക്കാം. വൈ കാണ്ട് യു കോൺഗ്രസ് ലീഡേഴ്സ് വെയിറ്റ് ഫോർ 1 year? അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഈ ആക്കുന്ന ആളിന് 76 സീറ്റ് നേടി വീണ്ടും ഈ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ തന്നെ അലങ്കോലമാക്കുകയാണ് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള ഈ ചക്കളത്തി പോരാട്ടം. ആദ്യമായിട്ട് ഈ അരമനകളിലും ഈ സൗധങ്ങളിലും എല്ലാം തിണ്ണനിരങ്ങുന്ന ആ പണി നിർത്തണം നേതാക്കന്മാർ. അന്തസ്സായിട്ട് എന്നിട്ട് ബൂത്തുകളിലിറങ്ങി ഈ നേതാക്കന്മാർ പ്രവർത്തിച്ച് അണികളെ സജ്ജരാക്കി എല്ലാ വീടുകളിലും കയറി ഇപ്പോഴേ പ്രവർത്തിച്ചാൽ ഈ പിണറായി സർക്കാരിനോടുള്ള വിരോധം മനുഷ്യരുടെ മനസ്സിലുള്ളത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. അതല്ലാതെ അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തെ അവിടെ ഇരുത്തി ഇപ്പം തന്നെ നാറ്റിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ റെഡിയാണ് നിൽക്കാൻ, ഓരോരുത്തരുടെ പേരുകൾ പറയുന്നു, അതിനെപ്പറ്റി ചർച്ച, ഇതാണെന്നുള്ള ചർച്ചകളൊക്കെയാണ് നടത്തുന്നത്. ആ നടത്തുന്നതിന് ഹൈക്കമാൻഡ് എന്തിനാണ് കൂട്ടുനിൽക്കുന്നത്? ദീപാദാസ് മുൻഷി ഇവിടെ വന്നപ്പോൾ എന്തിനാണ് അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഓരോരുത്തരെ വിളിച്ച് അവരവരുടെ അഭിപ്രായം പറയുന്നത്? അദ്ദേഹമല്ലേ പ്രസിഡന്റ്? അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം അറിയാതെ എന്ത് നടത്താനാ? അപ്പോൾ അത് തന്നെ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പിണറായിയെ വെല്ലാൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അസുഖം ഉണ്ടെന്നൊക്കെ ഉള്ളത് ശരി തന്നെ, പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ മാറ്റി തിരികെ ചെയ്യാമല്ലോ. അദ്ദേഹത്തിന് നല്ല ഒരു സെൻഡ് ഓഫ് കൊടുക്കാമല്ലോ. ഈ ഒരു വർഷത്തിന് എന്ത് കാര്യമാണ് ഈ കോൺഗ്രസ് പാർട്ടി ഇവിടെ സാധിച്ചെടുക്കാൻ പോകുന്നത്? ഇപ്പം തന്നെ VD സതീശൻ നല്ലൊരു പ്ലാനാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന പ്ലാനിനെ പോലെ എതിർക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇതെല്ലാം ഹൈക്കമാൻഡിനെ അറിയിച്ചുകൊണ്ടാണോ ഇല്ലയെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി സ്ട്രിക്റ്റായിട്ടൊരു സ്ട്രിക്ചർ പാസ്സാക്കണം. നോ ടോക്ക് അബൌട്ട് എനി ലീഡർഷിപ്പ് ചേഞ്ച് അറ്റ് പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന സംഭവമേ ഉള്ളൂ. അല്ലാതെ മൊത്തം കുളം കലക്കി അതിൽ നിന്ന് മീൻ പിടിക്കാൻ നിൽക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, അവർ കാരണമായിരിക്കും അടുത്ത തോൽവി. അത് ഒരു വാട്ടർലൂ ആയിരിക്കും കോൺഗ്രസിൻ്റെ. കാരണം ഇനി ഒരു പ്രാവശ്യം കൂടി വന്നില്ലെങ്കിൽ തീർന്നു കോൺഗ്രസ് കേരളത്തിൽ. അത് ഓർത്ത് എല്ലാവരും പ്രവർത്തിച്ചാൽ പാർട്ടിക്ക് നല്ലത്.